കൊമേഴ്സ് ഫോർ HSS യൂട്യൂബ് ചാനലിൽ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഒരു ടെക്നിക്കൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കൊമേഴ്സ് അധ്യാപകർക്ക് ഏറ്റവും ഉപകാരവും വളരെ രസകരമായിട്ട് നമുക്ക് ജേർണൽ എൻട്രി ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ജേർണൽ എൻട്രി എങ്ങനെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട ഒരു സ്ലൈഡ് എങ്ങനെ തയ്യാറാക്കാം, അങ്ങനെയുള്ളൊരു ക്ലാസ്സാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ജേർണൽ എൻട്രി തയ്യാറാക്കി ആ ജേർണൽ എൻട്രി ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഉബുണ്ടുവിനകത്ത് ലിബ്രിയോഫീസ് ഇംപ്രസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രസൻറ്റേഷൻ ഇങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിലും സെയിം പ്രൊസീജിയർ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ആപ്ലിക്കേഷനകത്ത് ഓഫീസിൽ ലിബ്രിയോഫീസ് ഇംപ്രസ് സെലക്ട് ചെയ്യാം. അപ്പോൾ ലിബ്രിയോഫീസ് ഇംപ്രസ് സെലക്ട് ചെയ്താൽ നമുക്കിവിടെ കുറേ ടെംപ്ലേറ്റ്സ് ഉണ്ടാവും. അത് നമ്മൾ ജസ്റ്റ് ഒഴിവാക്കിയാണ് ക്ലോസ് ചെയ്യുക. ഇനി ഇവിടെ നമുക്കൊരു സ്ലൈഡ് ഇവിടെ കിട്ടി. ഈ സ്ലൈഡിനകത്ത് നമുക്ക് ടൈറ്റിൽ കൊടുക്കാനുണ്ട് ഓപ്ഷനുണ്ട്, അതുപോലെ തന്നെ ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ തൽക്കാലം ഒഴിവാക്കുകയാണ്. ജസ്റ്റ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒഴിവായിക്കോളും. അതുപോലെ തന്നെ ഇതും സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഡിലീറ്റ് ബട്ടൺ ഒഴിവാക്കാം. ഈ സ്ലൈഡിനെ ഞാൻ രണ്ട് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഒന്ന് നമ്മൾ ജേർണൽ എൻട്രി കാണിക്കാനും ആ രണ്ടാമത്തെ ഭാഗം ലെഡ്ജറിലേക്ക് തയ്യാറാക്കാനും. അപ്പോൾ ജേർണലിന് വേണ്ടി ഇവിടെ എടുക്കുന്ന ഒരു ഇൻസേർട്ട് ലൈനുള്ള ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ലൈൻ ഇവിടെ വരച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക. നമ്മൾ ഈ ലൈന് വരയ്ക്കുമ്പോൾ ഷിഫ്റ്റ് പ്ലസ് മൗസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് ചെയ്ത് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ ലൈൻ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരും. വളഞ്ഞു പോകാതെ ഇരിക്കാൻ നമ്മൾ മൗസിൻ്റെ കൂടെ ഷിഫ്റ്റ് കൂടി പ്രസ് ചെയ്ത് വരയ്ക്കുന്നത് നന്നായിരിക്കും. ഈ ലൈൻ നമുക്ക് താഴോട്ടേക്ക് ഇതിൻ്റെ കോപ്പി എടുക്കണമെങ്കിൽ നമുക്ക് ഇതേ ലൈൻ തന്നെ കോപ്പി എടുക്കാം. കോപ്പി എടുക്കണമെങ്കിൽ Ctrl C, ഇത് സെലക്ഷൻ ആയിട്ടാണ്. ഇതിപ്പോൾ സെലക്ട് ആയിട്ടില്ല. ഇനി വേണ്ടി നമുക്ക് ഒന്നുകൂടി കോപ്പി എടുക്കുന്നത് എന്ത് ചെയ്യാം, ഇത് സെലക്ട് ചെയ്യുക, ഇത് Ctrl C അടിക്കുക, ഇതിൻ്റെ Ctrl V അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി അവിടെ വന്നിട്ടുണ്ടാവും. നമുക്ക് ജസ്റ്റ് താഴോട്ടേക്ക് വലിച്ചു നീക്കാവുന്നത് ഉണ്ടോ. ഇത് നമ്മളിപ്പോൾ ഹെഡിങ്സ് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടി Ctrl C Ctrl V കൊടുക്കുന്നു. താഴോട്ടേക്ക് വീണ്ടും വലിച്ചു നീക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് മൗസ് ഉപയോഗിച്ചും ചെയ്യാം, അല്ലെങ്കിൽ എയറോക്കി ഉപയോഗിച്ച് നമുക്ക് താഴോട്ടേക്ക് വേണ്ടാം. ഇങ്ങനെ എയറോക്കി ഉപയോഗിച്ചിട്ടും എന്ത് ചെയ്യാം, ഈ താഴോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇനി താഴത്തേക്ക് ലാസ്റ്റ് ഒന്നുകൂടി വേണം. Ctrl C Ctrl V കൊടുക്കുന്നു. ഒരു കൈയുടെ ചിഹ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ടേക്ക് താഴോട്ട് വലിച്ചു കേട്ടോ. ഇതിങ്ങനെ വന്നിട്ട് ഇനി നമ്മൾ ഹൊറിസോണ്ടലായിട്ടുള്ള ലൈൻ വരയ്ക്കണം. അപ്പോൾ ഒന്നാമത്തെ കോളം ഡേറ്റ് ആണ് അല്ലേ, ഡേറ്റ് കോളം കൊടുക്കാൻ വേണ്ടി ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കുകയാണ്. ലെഡ്ജർ അക്കൗണ്ട് ഫസ്റ്റ് കോളം ഡേറ്റ് കോളാണ്. അപ്പോൾ ഡേറ്റ് കോളത്തിൽ നമ്മളിവിടെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ലൈൻ വരച്ച് കഴിഞ്ഞു ഇതേ ലൈൻ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്താ കോപ്പി ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. Ctrl C Ctrl V കൊടുക്കാം. ഇത് കൈയുടെ ചിഹ്നം വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വലിച്ചാൽ മതി. ഡേറ്റ് കഴിഞ്ഞാൽ പർട്ടിക്കുലേഴ്സ് അല്ലേ, പർട്ടിക്കുലേഴ്സ്. നെക്സ്റ്റ് LF ഒന്നുകൂടെ വയ്ക്കാം. Ctrl C Ctrl V, നമുക്ക് LF കൊടുക്കണം. LF കൊടുക്കാം. ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമുക്ക് വെച്ചാൽ നേരത്തെ വരച്ചിട്ടുണ്ട് LF. ഇത് വീണ്ടും ഒന്നുകൂടി കൊടുക്കും. Ctrl C Ctrl V. വീണ്ടും വെച്ച് അടുത്ത ഡേറ്റ് വീണ്ടും ഒന്ന് Ctrl C Ctrl V കൊടുക്കുന്നു. നെക്സ്റ്റ് പർട്ടിക്കുലേഴ്സ് കോളം, പർട്ടിക്കുലേഴ്സ് ഇവിടെ Ctrl C Ctrl V കൊടുക്കുക. LF എമൗണ്ട്. അപ്പോൾ നമുക്ക് ഈ ലൈനിൻ്റെ ഇത് എന്തെങ്കിലും മാറ്റം വരുന്നത് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അങ്ങോട്ടേക്ക് മാറ്റാൻ പറ്റും. അഡ്ജസ്റ്റ്മെൻറ്റ്സൊക്കെ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ലൈന് നമുക്ക് കളർ കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഈ ലൈൻ സെലക്ട് ചെയ്തിട്ട് ഏത് ലൈനിനും നമുക്ക് കളർ കൊടുക്കാം. കളർ കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ ലൈൻ സെലക്ട് ചെയ്യുന്നു. ഇത് ഇവിടെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലൈൻ, ഇവിടെ ലൈനിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് ലൈനിൻ്റെ വിഡ്ത്ത് വേണമെങ്കിൽ കൂട്ടാം കുറക്കുകയും ചെയ്യാം. അതിന് കളർ മാറ്റണമെങ്കിൽ ഇവിടെ കളറിനുള്ളിലേക്ക് സെലക്ട് ചെയ്യുന്നു. നമ്മളൊരു കളർ സെലക്ട് ചെയ്യാം.
അപ്പോൾ ഇങ്ങനെ എല്ലാ ലൈനിൻ്റെ കളർ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഇത് നമ്മളിവിടെ ഈ ലെഡ്ജർ അക്കൗണ്ട് ഒരു ഹെഡിങ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ടെക്സ്റ്റ് ബോക്സ് ആണ്. ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോക്സ് കിട്ടും. അവിടെ നമുക്ക് അക്കൗണ്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുന്നതിന് ക്യാഷ് അക്കൗണ്ട് കൊടുക്കാം. ക്യാഷ് അക്കൗണ്ട് കൊടുക്കുന്നു. ഇനി നമുക്കിതിൻ്റെ സൈസ് കളർ ഒക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്കിതിങ്ങനെ എവിടെ വേണമെങ്കിൽ കൊണ്ടുപോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ബോക്സ് ഇതാ ഈ കൈയുടെ ചിഹ്നം വന്നാൽ നമുക്ക് ഇത് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോക്കാം. ഈ ടെക്സ്റ്റ് ബോക്സിനെ നമുക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കളർ മാറ്റണമെങ്കിൽ ഇതാ ഫോണ്ട് കളർ ഇവിടെയുണ്ട്. ഫോണ്ട് കളർ നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ സൈസ് മാറ്റിലേക്ക് സൈസ് കൂട്ടാം. പിന്നെ ബോൾഡ് ചെയ്യുന്നതിലേക്ക് ബോൾഡ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ ലഭ്യവും. പിന്നെ ഇത് സെൻട്രലൈസ് ചെയ്യാം. ഇതിൻ്റെ സെൻട്രലൈസ് ചെയ്യാം. റൈറ്റ് അലൈൻമെൻറ്റ്, ലെഫ്റ്റ് അലൈൻമെൻറ്റ്, ജസ്റ്റിഫൈ അലൈൻമെൻറ്റ് ഓപ്ഷൻസും ഉപയോഗിക്കാം. ഇത് നമ്മളിവിടെ അക്കൗണ്ട് രണ്ട് സൈഡിലും ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും അല്ലേ. അപ്പോൾ ഒരു ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും വേണം. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നുകൂടി ടെക്സ്റ്റ് ബോക്സ് എടുക്കുന്നു. ഇവിടെ ഒരു കൊടുക്കുക. DRന്ന് സെലക്ട് ചെയ്യുന്നു. നമുക്ക് അത് എന്ത് ചെയ്യാം, എവിടെ കുറച്ച് താഴോട്ടേക്ക് കൊണ്ടുപോകാം, എവിടെ വേണമെങ്കിൽ മാറ്റിക്കൊണ്ടുപോകാം. ഇതുപോലെ CR മതിക്ക് ഒന്നുകൂടി ഇതിൻ്റെ കോപ്പി എടുക്കുന്നു. ഈ സാധനം നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് ഇവിടെ വലിച്ച് ഇവിടെ കൊണ്ടുവയ്ക്കുക. D മാറ്റി C ആക്കിയാൽ മതി. CR. ഇനി അടുത്തത് നമ്മളിതിൻ്റെ ഹെഡിങ്സ് കൊടുക്കണം. അപ്പോൾ ഹെഡിങ്സ് കൊടുക്കാൻ നേരത്തെ നമ്മൾ ഉപയോഗിച്ച് അതേ ടെക്സ്റ്റ് ബോക്സിനെ ഇവിടെ ഉപയോഗിക്കാം. ടെക്സ്റ്റ് ബുക്ക് ഒന്നാമത്തെ ഡേറ്റ് അല്ല, ഡേറ്റാണ്. ഇപ്പോൾ ഡേറ്റിനുള്ളത് ടൈപ്പ് ചെയ്യുന്നു. ഈ ഡേറ്റ് നമുക്ക് അപ്പുറത്തെ ക്രെഡിറ്റ് സൈഡിലും ആവശ്യമുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ആവശ്യമുള്ളത് Ctrl+C Ctrl+V കൊടുത്തിട്ട് കോപ്പി ചെയ്യുന്നു. ഇതിൻ്റെ ജസ്റ്റ് വലിച്ചിട്ട് കൊണ്ടുവച്ചാൽ മതി. ഇവിടെ ഒരു ഡേറ്റ് കോളും വരച്ചില്ല അല്ലേ, ഡേറ്റ് കോളൊന്ന് വരക്കുന്നു ഇവിടെ. ഇതിൻ്റെ നമുക്ക് ഈ സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂട്ടൊക്കെ നമുക്ക് മാറ്റാം. മൗസ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഏറോ ഉപയോഗിച്ചിട്ടോ ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഡേറ്റിന് ഒരു കോളം കൂടി കൊടുക്കണം. Ctrl+C Ctrl+V ഇവിടെ ഡേറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഈ സാധനം വലിച്ചപ്പോട്ട് കൊണ്ട് കൊടുക്കാം ഡേറ്റ്. ഓക്കെ, ഇതിൻ്റെ വലിപ്പം കുറക്കണമെങ്കിലൊക്കെ കൊടുക്കണം. ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് കുറച്ച് വലിയ കോളാണ്. അപ്പോൾ ഈ കോളം നമുക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാം, മൂവ് ചെയ്യിച്ചിട്ട് ഇതിൻ്റെ ഇതൊക്കെ സൈസൊക്കെ മാറ്റാൻ പറ്റും. അതുപോലെ ലെഫ്റ്റിന് കുറച്ച് ഇങ്ങോട്ട് വെക്കാം. കറക്റ്റായിട്ട് വെക്കണം. നമുക്ക് കറക്റ്റായിട്ട് വലിയ മൗസ് ഉപയോഗിച്ചിട്ട് ഓക്കെ. ഇത് നമ്മൾ അടുത്തത് പർട്ടിക്കുലേഴ്സ് ആണ്. ഇതുപോലെ തന്നെ ഒന്നുകൂടി ഒരു ടെക്സ്റ്റ് ബോക്സ് കൂടി ആഡ് ചെയ്യുന്നു. ടെക്സ്റ്റ് ബോക്സ് ആഡ് ഇവിടെ നമ്മൾ പർട്ടിക്കുലേഴ്സ് ടൈപ്പ് ചെയ്യാം. പർട്ടിക്കുലേഴ്സ് ടൈപ്പ് ചെയ്തിട്ട് അത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു താഴത്തേക്ക് വിളിച്ചുകൊണ്ട് വെക്കാം. കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടി കോപ്പി ചെയ്ത് Ctrl+C Ctrl+V കൊടുക്കുക. ഇതെടുത്തിട്ട് ഇവിടെ ഇപ്പോഴത്തെ പർട്ടിക്കുലേഴ്സ് കൊടുക്കുക. ഓക്കെ, പിന്നെ അടുത്ത LF ആണ്. അപ്പോൾ ഒരു ടെക്സ്റ്റ് ബോക്സ് കൂടി ആഡ് ചെയ്യുന്നു. ടെക്സ്റ്റ് ബോക്സ് എടുക്കുക. ഇവിടെ LF കൊടുക്കുന്നു. LF കൊടുത്ത് അത് നമ്മൾ എന്ത് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ തന്നെ കോപ്പി ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിലേക്കും മാറ്റാം. ക്രെഡിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാൻ LF കൂടെ കൊടുക്കാം. ഇനി എമൗണ്ട് ആണ്. എമൗണ്ട് കോളത്തിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ടെക്സ്റ്റ് ബോക്സ് കൂടി ആഡ് ചെയ്യാം. അപ്പോൾ എമൗണ്ട് കൊടുക്കുന്നു. എമൗണ്ട് ഇനി ഇവിടെ നമുക്ക് റുപ്പീസിൻ്റെ സിമ്പിൾ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു കാര്യമായി ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് സിമ്പിൾ കിട്ടും. ഇപ്പോൾ റുപ്പീസ് സിമ്പിളിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ റുപ്പീസിൻ്റെ സിമ്പിൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, നെറ്റിലൂടെ അതേ സമയത്ത് തന്നെ നമുക്കിവിടെ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഇവിടെ കൊണ്ടിട്ട് Ctrl+V കൊടുത്താൽ അവിടെ വന്നു. ഇനി ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇത് കുറച്ച് വലിച്ചിട്ട് കൊണ്ടാക്കിയാൽ അല്ല അതിൻ്റെ വന്നുകൂടും. ഇത് കുറച്ച് വലുതായി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ വിടുത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റിയാൽ മതി. ഇവിടെ കുറച്ച് അധികം ഉണ്ട് സ്ഥലം അല്ലേ. അപ്പോൾ സ്പേസ് കുറച്ചുണ്ട്. ഇത് കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റാം. LF കുറച്ച് ഇങ്ങോട്ടാക്കിയാൽ മതി. എല്ലാം നമുക്ക് മൗസ് ഉപയോഗിച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഏറോ കീ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഇങ്ങോട്ടേക്കൊക്കെ മാറ്റാൻ പറ്റും. പർട്ടിക്കുലേഴ്സിന് കുറച്ച് ഇങ്ങോട്ടാക്കാം. LF ചെറിയ വേണമെന്നില്ല. LF ചെറിയ ഓടാൻ മതി. നമുക്ക് LFനകത്ത് ഒന്നും എഴുതാനില്ലല്ലോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ചെറിയ ഓടാൻ വേണ്ടി മതി, പ്രശ്നമില്ല.
LF ഇതിൻ്റെ കുറച്ച് ഇങ്ങോട്ട് മാറ്റാം. LF ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമുക്ക് പർട്ടിക്കുലേഴ്സ് കുറച്ച് ഉണ്ടാക്കാം. പർട്ടിക്കുലേഴ്സ് ഉണ്ടാക്കാം. ഡേറ്റ് കുറച്ച് ഇങ്ങോട്ട് മാറ്റാം. ഡേറ്റിൻ്റെ ഇപ്പോൾ ലൈനിൻ്റെ നമുക്ക് ഇങ്ങനെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ എടുക്കാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് വരക്കും വളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഡേറ്റ് കുറച്ച് കൊടുക്കുന്നു. ഇനിയിപ്പം ഈ ലൈൻ ഇങ്ങോട്ടാക്കിയാൽ അത് അതിൻ്റെ മുകളിലേക്ക് വരും. ഓക്കെ. ഇനി നമ്മളിപ്പം ഈ എമൗണ്ട് കോളം അപ്പുറത്തേക്ക് കോപ്പി ചെയ്യണം. ഇപ്പോൾ കൺട്രോൾ-C കൺട്രോൾ-V കൊടുക്കുന്നു. നേരെ എടുത്തിട്ട് അവിടെ കണക്ട് ചെയ്യണം എമൗണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ അക്കൗണ്ട് വരച്ച് കഴിഞ്ഞു. ഇതിൻ്റെ ഇനി ഈ അക്കൗണ്ട് നമ്മൾ വരക്കുമ്പോൾ സ്ലൈഡ് ഷോയിൽ കാണിക്കുക. അക്കൗണ്ട് വരക്കുന്നതായിട്ട് നമുക്ക് ഒരു ഫീലിങ്സ് ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് എനിമേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ എനിമേഷൻ കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്നത് എനിമേഷനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. റൈറ്റ് സൈഡിൽ ഒരു റെക്റ്റാങ്കിൾ എനിമേഷൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് നമ്മളിപ്പോൾ ഒന്നാമത്തെ ലൈൻ വരയ്ക്കുകയാണ്. ഇപ്പോൾ ലൈൻ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഹെഡിങ് കൊടുക്കുന്നത് ഹെഡിങ് ക്യാഷ് അക്കൗണ്ട് ഹെഡിങ് എടുക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വെൻ്റ് ബോക്സ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് ഏത് ഓപ്ഷൻസ് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഇപ്പോൾ ബോക്സിൻ്റെ ഓപ്ഷൻ എടുത്തത് ഓൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ വരൂ. ഇത് ഓക്കെ കൊടുക്കുക. അപ്പോൾ അത് ഓക്കെ. ഇനി അടുത്ത് ഡെബിറ്റും ക്രെഡിറ്റും വേണം. അപ്പോൾ ഡെബിറ്റ് സൈഡ് സെലക്ട് ചെയ്യുക. ഫ്ലൈയിങ് കൊടുക്കുകയാണെങ്കിൽ ഫ്ലൈ ആയിട്ട് വരും അവിടെ. ക്രെഡിറ്റ് സൈഡും അതുപോലെ തന്നെ ഫ്ലൈയിങ് കൊടുക്കുന്നു. പിന്നെ വരുന്ന അടുത്ത ലൈന് വരയ്ക്കുക. നമ്മൾ ഒന്നാമത്തെ ലൈന് വരയ്ക്കുകയാണ്. അപ്പോൾ ലൈന് സെലക്ട് ചെയ്യുക. ലൈനിൻ്റെ മേലെ കൊണ്ടിട്ട് നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ലൈൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ലൈനിൻ്റെ രണ്ട് സൈഡും ഒരു റെക്റ്റാങ്കിൾ വരും ഗ്രീൻ കളറിൽ. അപ്പോൾ അത് സെലക്ട് ആയി നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ പ്രസ് ചെയ്യുക. ഫ്ലൈൻ വരും. ഇപ്പോൾ നോക്കുക ഇത് ബോട്ടമിലാണ് ബൈ ഡിഫോൾട്ട് ഉള്ളത്. അപ്പോൾ നമുക്കത് ഒരു വരയ്ക്കുന്ന ഫീലൊക്കെ കാണിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രം ലെഫ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്താൽ നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരയ്ക്കുന്ന പോലെ നമുക്ക് തോന്നും. ഇനി അതുപോലെ ഇനിയിപ്പം രണ്ടാമത്തെ ലൈൻ വരയ്ക്കണമെങ്കിൽ ഈ ലൈൻ സെലക്ട് ചെയ്യുക. ആ ലൈൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ഫ്ലൈ ആഡ് ചെയ്യുന്നു. ഫ്ലൈൻ കൊടുക്കുക. ഇപ്പോൾ ഫ്ലൈൻ കൊടുത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ ഇവിടെ നോക്കുക ഓൺ ക്ലിക്കാണ്. ഓരോ പ്രാവശ്യം നമ്മൾ ക്ലിക്ക് ചെയ്യുമെങ്കിലും അതിന് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ആഫ്റ്റർ പ്രീവിയസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ ലൈൻ കഴിഞ്ഞ് രണ്ടാമത്തെ ലൈൻ ഓട്ടോമാറ്റിക്കായിട്ട് വരച്ച് വരും. നേരത്തെ ഫ്രം ബോട്ടം ഉള്ളതിന് പോയാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിന് കൊടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ഒരു പേപ്പറിൽ വരയ്ക്കുന്ന പോലെ ഒരു ഫീലിങ്സ് കുട്ടികൾക്ക് തോന്നാം. നമ്മൾ താഴോട്ടുള്ള ലൈൻ ബോട്ടം ലൈനാണ്. ഹൊറിസോണ്ടൽ ലൈനാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഫ്ലൈൻ കൊടുക്കുന്നു. ഇതിപ്പോൾ മേലെ നിന്ന് താഴെ നിന്ന് മേലത്തേക്കാണ് ഉള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ കൊടുത്ത പോലെ എല്ലാം ആഫ്റ്റർ പ്രീവിയസ് കൊടുക്കുക. അപ്പോൾ ഓരോ ലൈനായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും അവിടെ. പിന്നെ അതുപോലെ നമ്മൾ ഫ്രം ബോട്ടം ഉള്ളതിന് പോലെ ടോപ്പിൽ കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ വരയ്ക്കുന്ന പോലെയുള്ള ഒരു ഫീലിങ്സ് അനുഭവപ്പെടാം. ഇനി അടുത്തപോലെ എല്ലാ ലൈൻസും ഇതുപോലെ തന്നെ നമ്മൾ കൊടുക്കുകയാണ്. സെലക്ട് ചെയ്യുന്നു. ആഡ് ഫ്ലൈൻ ആഫ്റ്റർ പ്രീവിയസ് ദെൻ ടോപ്പ് ഫ്രം ടോപ്പ് അതേപോലെ അടുത്ത് സെലക്ട് ചെയ്യുക. ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് അങ്ങ് കൊടുത്താൽ മതി. ഫ്ലൈൻ ആഫ്റ്റർ പ്രീവിയസ് ടോപ്പ് ഫ്രം ടോപ്പ്. നെക്സ്റ്റ് കൊടുക്കുക. ഫ്ലൈൻ ആഫ്റ്റർ പ്രീവിയസ് ഫ്രം ടോപ്പ്. നെക്സ്റ്റ് പ്രസ് ചെയ്യുക. ഫ്ലൈൻ ആഫ്റ്റർ പ്രീവിയസ് കൊടുക്കുക ഫ്രം ടോപ്പ്. ഇത് എല്ലാത്തിനും കൊടുത്താൽ നമുക്കത് പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്നതായിട്ടുള്ളൊരു ഫീലിങ്സ് വരും. ഫ്ലൈൻ ഓൺ ക്ലിക്ക് ആഫ്റ്റർ പ്രീവിയസ് കൊടുക്കുന്നു ഫ്രം ടോപ്പ്. ഇതൊന്നുകൂടി ഇതിൽ കൊടുക്കാം. പ്ലസ് ഫ്ലൈൻ ആഫ്റ്റർ പ്രീവിയസ് ഫ്രം ടോപ്പ്. ഇനി താഴത്തെ ഒരു ലൈൻ കൂടിയുണ്ട്. ഈ ലൈൻ നമ്മൾ സെലക്ട് ചെയ്യുക. നേരത്തെ ചെയ്ത പറഞ്ഞാൽ ഫ്ലൈൻ കൊടുക്കുക. ആഫ്റ്റർ പ്രീവിയസ് കൊടുക്കുക. എന്നിട്ട് ഫ്രം ടോപ്പ് ഫ്രം ലെഫ്റ്റ് കൊടുക്കുക. നമ്മൾ ഇതിൻ്റെ എന്ത് ചെയ്യണം, ഹെഡിങ്സ് കൊടുക്കണം. അടുത്ത് നമ്മൾ ഹെഡിങ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ ഹെഡിങ്സ് സെലക്ട് ചെയ്യുക. ഒന്നാമത്തെ ഡേറ്റ് സെലക്ട് ചെയ്യുന്നു. പിന്നെ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. വെൻറ്റ് ഇൻ ബ്രൈൻസ് ബോക്സ് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും. അല്ല കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ഓപ്ഷൻസ് കൊടുക്കാം. അല്ലെങ്കിൽ ഫ്ലൈൻ കൊടുത്താൽ ഫ്ലൈ ആയിട്ട് വരും. നമ്മളിപ്പോൾ
വെൻറ്റെയിൻ ബ്ലൈൻഡ്സ് കൊടുത്തത് 15 വരും. ഓരോന്നും സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇത് ചെയ്യണം, അടുത്ത പർട്ടിക്കുലേഴ്സ് കൊടുക്കാം, എല്ലാം വെൻറ്റെയിൻ ബ്ലൈൻഡ്സ് കൊടുക്കാം. പിന്നെ LF കൊടുക്കുന്നു, വെൻറ്റെയിൻ ബ്ലൈൻഡ്സ്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ നോക്കാം, ഇവിടെ ഓൺ ക്ലിക്കാണ് വരുന്നത് അല്ലേ, ഓൺ ക്ലിക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് നമുക്ക് മാറ്റണമെങ്കിൽ ഇപ്പോൾ ഡേറ്റാണ് ഇവിടെ, ഡേറ്റ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യാം. നമുക്കത് മാറ്റം വരുന്നെങ്കിൽ ഈ ഇവിടെ നമ്മൾ കൊണ്ടുപോയി സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ കൊടുത്ത ഇത് മാറ്റാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ കൊടുത്ത സാധനങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിൽ ചേഞ്ചസ് വരുത്താം. അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പം ഓൺ ക്ലിക്കാണ് കൊടുത്ത്, ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആഫ്റ്റർ പ്രീവിയസ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്നും ഓട്ടോമാറ്റിക്കായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ ഇത് വെച്ചാൽ ഓരോ പ്രാവശ്യം മൗസ് ക്ലിക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആഫ്റ്റർ പ്രീവിയസ് കൊടുക്കും, കാരണം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് വന്നോളും. LF ആഫ്റ്റർ പ്രീവിയസ്. നെക്സ്റ്റ് എമൗണ്ട് ആണ്. അപ്പോൾ എമൗണ്ട് എടുക്കുക, വെൻറ്റെയിൻ ആഫ്റ്റർ പ്രീവിയസ്. നെക്സ്റ്റ് ഡേറ്റ്, വെൻറ്റെയിൻ ആഫ്റ്റർ പ്രീവിയസ്. പർട്ടിക്കുലേഴ്സ്, വെൻറ്റെയിൻ ആഫ്റ്റർ പ്രീവിയസ്. നെക്സ്റ്റ് LF, വെൻറ്റെയിൻ കൊടുത്തു, ആഫ്റ്റർ പ്രീവിയസ് കൊടുത്തു. എമൗണ്ട് ആഫ്റ്റർ വെൻറ്റെയിൻ കൊടുത്തു, ആഫ്റ്റർ പ്രീവിയസ്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു സാധനം ഇപ്പോൾ താഴോട്ടോ മേലോട്ടൊക്കെ എല്ലാം കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഈ എറോസ് ഉപയോഗിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ലൈൻ ലാസ്റ്റാണ് വരക്കേണ്ടിരിക്കുക. അപ്പോൾ ലാസ്റ്റാണ് വരക്കുന്നെങ്കിൽ ഇതൊന്ന് വരച്ച് കഴിഞ്ഞ ശേഷം വരക്കണമെങ്കിൽ നമുക്ക് നേരത്തെ വരച്ച് നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട്, ലൈൻ കൊടുത്തിട്ടുണ്ട്, ലൈൻ 4. ഇതാണ് ലൈൻ. ഈ ലൈൻ നമുക്ക് താഴെ കൊണ്ടുവരികയിൽ ഈ ഏറോക്ക് ഡൗൺ ഏറോക്ക് കൊണ്ടുവരുന്നത് താഴത്തേക്ക് വരും കേട്ടോ. നമുക്കിനി എവിടത്തേക്ക് വേണമെങ്കിൽ അത് മൂവ് ചെയ്യിക്കാം, ഏറ്റവും ലാസ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മളിതൊന്ന് ചെയ്ത് നോക്കാം, സ്ലൈഡ് ഷോ കാണിച്ച് നോക്കാം. എങ്ങനെയാണ് സ്ലൈഡ് ഷോ ഉണ്ടാവുക നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സൈഡ് കണ്ടു, ഇപ്പോൾ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയെല്ലാം വന്നോളൂ. ഇവിടെ നമ്മളൊന്നും ചെയ്യേണ്ട, അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. അപ്പോൾ നമ്മളൊരു വരക്കുന്ന ഒരു കുട്ടികൾക്ക് അക്കൗണ്ട് വരക്കുന്നതായിട്ടൊരു ഫീലിങ്സ് അനുഭവപ്പെടും. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇത് ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ ഇതിനകത്തും ചെയ്യുന്നത്, ഒന്നാമത്തേത് അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഇപ്പോൾ നമ്മൾ കുറേ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങൾ ഇനി എന്താ രണ്ടാമത്തെ പ്രാവശ്യം വരാൻ പാടില്ല. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്താൽ മതി. ഇത് കംപ്ലീറ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക. ഇത് ഡിലീറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യും. എല്ലാ ഭാഗവും സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. എല്ലാ ഭാഗവും സെലക്ട് ചെയ്തിട്ട് റിമൂവ് കൊടുത്താൽ റിമൂവ് എഫക്റ്റ്, കംപ്ലീറ്റ് എഫക്റ്റ് റിമൂവ് ആവും. അപ്പോൾ ഒന്നുകൂടി ബാക്കിയുള്ള കൂടി സെലക്ട് ചെയ്തിട്ട് ഈ മൈനസ് സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ അത് റിമൂവ് ബട്ടൺ റിമൂവ് എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതൊന്ന് റിമൂവ് ആയി. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ സ്ലൈഡ് വരുമ്പോൾ ആ അക്കൗണ്ട് അതുപോലെ തന്നെ അക്കൗണ്ട് വരച്ചിട്ടായിരുന്നു അവിടെ വരിക. നമ്മളിവിടെ ജേണൽ എൻട്രി വരയ്ക്കുകയാണ്. ജേണൽ എൻട്രിക്ക് നമ്മൾ ഒരു ഇത് കൊടുക്കുകയാണ്, ജേണലിൻ്റെ ഒരു ഫോമാറ്റ് വരയ്ക്കുകയാണ് ഇവിടെ. അപ്പോൾ ജേണലിൽ വരുമ്പോൾ നമുക്ക് ഡേറ്റ് ഉണ്ടാവും അല്ലേ, ഡേറ്റ് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ കോപ്പി ആയിട്ട് പേസ്റ്റ് ചെയ്യാം. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ് നൂറ് കോപ്പി ചെയ്യുന്നു. JF അല്ല, LF JF അല്ല, LF കൊടുക്കുക. ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ JF അല്ല, LF അല്ല, JF ആണ് വേണ്ടത്. നേരത്തെ പറഞ്ഞ് പറ്റിപ്പോയിരുന്നു. നമുക്കൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്താൽ മതി. JF. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ വരച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ജേണൽ എൻട്രി കൊടുക്കുക. അപ്പോൾ നേരത്തെ ഇതിനും നമുക്ക് നേരത്തെ കൊടുത്ത പോലെ നമുക്ക് എന്ത് ചെയ്യാം, എഫക്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം കൊടുക്കുന്നില്ല. നമ്മൾ ഡേറ്റ്, ഇപ്പോൾ ഡേറ്റ് നമുക്കിവിടെ ആദ്യം ഡേറ്റ് കൊടുക്കണം. അപ്പോൾ ഡേറ്റ് ഇവിടെ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 2020
ഇതൊക്കെ കൊടുത്ത് താഴോട്ട് പോകും. ഇതിന് വേണ്ടി 1 ഡേറ്റ് കൊടുത്തു. ഈ ഡേറ്റിന് ഇത് കൊടുക്കുന്നത് നമുക്ക് എഫക്റ്റ് കൊടുക്കുന്നത് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് രണ്ട് ഇത് കൊടുക്കാം കേട്ടോ. ഇവിടെ വന്ന് ഇതിൻ്റെ ഈ ഒരു ചെറിയ ആരോക്കി ഒന്ന് പ്രസ് ചെയ്യാം. എന്നിട്ട് ഓരോ 2 ഓപ്ഷൻസും മാറ്റി കൊടുത്താൽ മതി. ഫ്ലൈങ് കൊടുക്കാം, രണ്ടാമത്തെ ഫ്ലൈങ് കൊടുക്കാം. അപ്പോൾ നമ്മളത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. രണ്ടാമത്തെ നമുക്ക് വേണമെങ്കിൽ ആഫ്റ്റർ പ്രീവിയസ് കൊടുക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഒരു വന്നോളൂ. ഇത് നമ്മളിവിടെ ജേർണൽ എൻട്രി കൊടുക്കുക. ഒന്നാമത്തെ ജേർണൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ അല്ല. അപ്പോൾ ഇത് നമ്മൾ ക്യാഷ് അക്കൗണ്ട് കൊടുക്കുക. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ എന്നുള്ളത് നമ്മൾ വേറെ നോക്കണം. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് അതിൻ്റെ ഉള്ള കാരണം. ഡെപ്റ്ററിന് നമ്മളിവിടെ വേറെ കൊടുക്കുക. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ DR കൊടുക്കുന്നു. ഇതിൻ്റെ എമൗണ്ട് ഇപ്പോൾ 50,000 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങോട്ടേക്ക് ലെഫ്റ്റിലൊക്കെ മാറ്റാം. നമ്മൾ പ്രോപ്പർട്ടീസ് പോയിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഓക്കെ ക്യാഷ് അക്കൗണ്ട് അടുത്ത് 2 കൊടുക്കുന്നു. 2 കൊടുക്കാം. ക്യാപിറ്റൽ അക്കൗണ്ട് അല്ല. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുക്കാം. ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുത്തു. ഇതിൻ്റെ എമൗണ്ട് സെയിം എമൗണ്ട് ആയതുകൊണ്ട് നമുക്കിത് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്താൽ മതി. ഈ സാധനം എടുത്തേക്ക് ലിസ്റ്റ് കോപ്പി ചെയ്യാം. അപ്പോൾ അവിടെ കോപ്പി ആയിക്കോളും. അപ്പോൾ ഇതാണ് ജേർണൽ എൻട്രി. ഇനി ജേർണൽ എൻട്രിക്ക് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ കൊടുത്ത പോലെ സൈഡ് എഫക്റ്റ് അല്ലെ എഫക്റ്റ് ആനിമേഷൻ കൊടുക്കാം. ഇതിൻ്റെ എഫക്റ്റ് കഴിഞ്ഞ് ഇതിനടുത്ത് നമ്മൾ ഡേറ്റ് നമ്മൾ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് എഫക്റ്റ്. ഇതിനടുത്ത് ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഞാൻ ഫ്ലൈ എന്നുള്ള സിമ്പിളായിട്ടുള്ളൊരു ഉപയോഗിക്കുന്നത്, ബാക്കി നിങ്ങൾക്ക് നോക്കി ചെയ്യാം കേട്ടോ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ എന്നുള്ള സെലക്ട് ചെയ്യുക. അപ്പോൾ ഡെപ്റ്റർ എമൗണ്ട് 5,000 ഫ്ലൈൻ കൊടുക്കുക. 2 സെലക്ട് ചെയ്യുന്നു. ഫ്ലൈൻ കൊടുക്കുക. ക്യാപിറ്റൽ ഫ്ലൈൻ നെക്സ്റ്റ് 50,000. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സ്ലൈഡ് ഷോ ഫ്രം കറണ്ട് സ്ലൈഡ് കൊടുക്കാം. ആദ്യത്തെ സ്ലൈഡ് കൊണ്ട് രണ്ടാമത്തെ സ്ലൈഡ് കൊണ്ട് വന്നു, അതുകൊണ്ട് രണ്ടാമത്തെ മാത്രം കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ചത് അവിടെ ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പം ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 2 വേണമെങ്കിൽ എന്ത് ചെയ്യുക, നരേഷൻ കൂടി കൊടുക്കുക കേട്ടോ. നരേഷൻ അവിടെ കൊടുക്കുന്നില്ല, കാരണം നരേഷൻ കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ താഴെ വേണമെങ്കിൽ നരേഷൻ കൊടുത്ത് ഇതേപോലെ എഫക്റ്റ് കൊടുക്കാം. അപ്പോൾ ജേർണൽ എൻട്രി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ക്യാഷ് അക്കൗണ്ടിലേക്ക് അത് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യണം, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ഡേറ്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ 2 ലൈനിൽ കൊടുത്തുകൊണ്ട് ഓരോ ലൈനായിട്ട് കൊടുക്കണം ആദ്യം. അപ്പോൾ നമ്മൾ ആദ്യം ഈ 2020 എന്നുള്ളത് മാത്രം സെലക്ട് ചെയ്യാം. 2020 മാത്രം സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ സെപ്പറേറ്റ് 2020 ഒരു ടെക്സ്റ്റ് ബോക്സും ജനുവരി 1 വേറൊരു ടെക്സ്റ്റ് ബോക്സ് ആയിട്ട് കൊടുക്കാം. അതിന് കൊടുത്താലും പ്രശ്നമില്ല. നമ്മൾ സെലക്ട് ചെയ്യുന്നു, പ്ലസ് കൊടുക്കുക. പ്ലസ് കൊടുത്തിട്ട് നമ്മൾ എൻട്രൻസ് ഉള്ളതിന് പകരം മോഷൻ പാത്ത് എടുക്കുക. ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. കർവ്, പോളിഗൺ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പം സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള സാധനം ഫ്രീ ഫോം ലൈൻ എടുത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൗസിൻ്റെ ഇത് മാറിയിരിക്കും. നമ്മളിത് 2020 താഴെ കൊണ്ടുവയ്ക്കാം. നമുക്ക് എവിടെയാണോ ഇത് വരേണ്ടത് അവിടത്തേക്ക് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ അപ്പോൾ ഈ ഡേറ്റിനുള്ള വീഡിയോ വരുന്നത് ഇതൊക്കെ ടെസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ജനുവരി സെലക്ട് ചെയ്യുന്നു. ജനുവരി സെലക്ട് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ പ്ലസ് കൊടുക്കുക. എൻട്രൻസിന് പകരം മോഷൻ പാത്ത് കൊടുക്കുക. ഫ്രീ ഫോം ലൈൻ എടുക്കുന്നു. ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് നമുക്കിതിൻ്റെ അടുത്ത് തന്നെ കൊടുത്താൽ മതി. താഴോട്ട് വരയ്ക്കുക. ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടത്തേക്ക് ഓക്കെ. ഇനി അടുത്ത് നമ്മൾ ക്യാപിറ്റൽ ഇവിടെ വരുന്ന ഡെബിറ്റ് സൈഡിലാണ്, പർട്ടിക്കുലേഴ്സിന് താഴെ വരുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പറഞ്ഞാൽ ക്യാപിറ്റൽ സെലക്ട് ചെയ്തു, പ്ലസ് കൊടുക്കുക. എൻട്രൻസിന് പകരം മോഷൻ പാത്ത് എടുക്കുക. ഫ്രീ ഫോം ലൈൻ എടുക്കുന്നു. ജസ്റ്റ് എന്തായിട്ട് വരച്ചിട്ട് ഇങ്ങനെ ഇവിടെ നമുക്ക് ഇവിടത്തേക്കാണ് വേണ്ടത്, ഇവിടെ കൊടുക്കാം ഓക്കെ. അതുപോലെ അതിൻ്റെ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് സെലക്ട് ചെയ്യുന്നു, പ്ലസ് കൊടുക്കുക.
മോഷൻ പാത്ത് എടുക്കുന്നു, ഫ്രീ ഫോം ലൈൻ എടുക്കുക, ജസ്റ്റ് വരയ്ക്കുക. ഇവിടെ ഈ എമൗണ്ട് കൊടുത്തിട്ടാണ് വെട്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. കറണ്ട് സ്ലൈഡ് കൊടുത്താൽ മതി, നേരത്തെ ഇത് വേണ്ട. നമ്മൾ ജസ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്താൽ താഴോട്ട് വരും. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമുക്കിതിൻ്റെ ഇങ്ങനെ കുറച്ച് മോഡലൊക്കെ മാറ്റി വെക്കാം. സ്ലൈഡ് ഷോ നമ്മൾ കൊടുത്താൽ നമുക്കത് മാറ്റി ശേഷം ഒന്നുകൂടി സ്ലൈഡ് ഷോ നോക്കാം. ഫസ്റ്റ് സ്ലൈഡ് ഇനി അടുത്ത് രണ്ടാമത്തെ നമ്മൾ ഒന്നുകൂടി ജേണലിൻ്റെ കൂടി കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ബാലൻസ് ചെയ്യുന്ന കൂടി നോക്കാം. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ വരും. അപ്പോൾ നേരത്തെ നമ്മൾ കൊടുത്ത് ഈ അനിമേഷൻസൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഒരു പുതിയ അനിമേഷനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യുന്നു. സെലക്ട് ചെയ്യുക, കംപ്ലീറ്റ് സെലക്ട് ചെയ്തിട്ട് റിമൂവ് ബട്ടൺ കൊടുത്താൽ മതി. ഈ റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കംപ്ലീറ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്ത ജേണലിൽ ഡേറ്റ് മാറ്റുക. ജനുവരി 2 ജനുവരി 2 കൊടുക്കുക. ക്യാഷ് അക്കൗണ്ടിന് പകരം ഇവിടെ നമ്മൾ പർച്ചേസ് അക്കൗണ്ട് പർച്ചേസ് ഉത്സവമായിരിക്കുക. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് ഒരു 10,000 എടുക്കാം. ടു ക്യാഷ് അക്കൗണ്ട്. ഇവിടെ നമ്മൾ ക്യാഷ് അക്കൗണ്ടാണ് കൊടുക്കുന്നത്. ക്യാഷ് അക്കൗണ്ട് അപ്പോൾ നമുക്ക് അത് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അതാണ് നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നേരത്തെ നമ്മൾ പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ പോസ്റ്റ് ചെയ്തത് നമുക്ക് ഇവിടെ ഒന്ന് വരണം. അപ്പോൾ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് കൊടുത്തിട്ട് ഡേറ്റ് ആദ്യം കൊടുക്കും. 2020 ജനുവരി 1 കൊടുത്തു. 2020 ജനുവരി 1. ഇവിടെ നമ്മൾ ഇതിനകത്ത് എന്താ കൊടുത്തത്, ജനുവരി 1. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ക്യാപിറ്റൽ എന്ന് കൊടുത്താൽ അപ്പോൾ ക്യാപിറ്റൽ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. ക്യാപിറ്റൽ അക്കൗണ്ട് എമൗണ്ട് 50,000 അല്ലേ. അത് ഒന്നുകൂടി ഒരു ടെക്സ്റ്റ് ബോക്സ് കൂടി കൊടുക്കുക. 50,000 ഇവിടെ കൊടുക്കാം. 50,000. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് എമൗണ്ട് കൊടുത്ത് ഇതിൻ്റെ സെയിം ലെവലിൽ വെച്ചിട്ട് കൊടുത്താൽ മതി. 50,000. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ആളുടെ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യണം, പർച്ചേസ് ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ അത് നേരത്തെ നമ്മൾ കൊടുത്ത പോലെ ഡേറ്റ് ആദ്യം കൊടുക്കുക. ഡേറ്റ് സെലക്ട് ചെയ്യുക. 2020 സെലക്ട് ചെയ്യുന്നു. ഒരു ലൈൻ ആയതുകൊണ്ടാണ് 2 ലൈൻ സെപ്പറേറ്റ് ലൈൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എൻട്രൻസിന് പകരം മോഷൻ പാത്ത് ഫ്രീ ഫോം ലൈൻ ഇവിടെ നമ്മൾ എന്തെങ്കിലും ജസ്റ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഇവിടെ കൊടുത്തു. രണ്ടാമത്തെ ജനുവരി 2 സെലക്ട് ചെയ്യുന്നു. ജനുവരി 2 സെലക്ട് ചെയ്യുക. മോഷൻ പാത്ത് കൊടുക്കുക. മോഷൻ പാത്ത് സെലക്ട് ചെയ്യുക. മോഷൻ പാത്ത് സെലക്ട് ചെയ്തിട്ട് ഫ്രീ ഫോം ലൈൻ കൊടുക്കുന്നു. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കൊടുക്കുക. ഇനി അടുത്ത് പർച്ചേസ് അക്കൗണ്ട് ഇവിടെ വരണം. ക്രെഡിറ്റ് സൈഡിൽ വരും അല്ലേ. ക്രെഡിറ്റ് സൈഡിൽ വരും നമ്മൾ ആഡ് ചെയ്യാം. എന്നിട്ട് മോഷൻ പാത്ത് കൊടുക്കുക. മോഷൻ പാത്ത് ഫ്രീ ഫോം ലൈൻ എടുക്കുന്നു. നേരത്തെ കൊടുത്ത പോലെ തന്നെ പർച്ചേസ് കൊടുത്തു. ഇതിൻ്റെ എമൗണ്ട് 10,000 ആണ്. 10,000 സെലക്ട് ചെയ്യുക. മോഷൻ പാത്ത് കൊടുക്കുക. ഫ്രീ ഫോം ലൈൻ കൊടുക്കുന്നു. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ എമൗണ്ട് കൊടുത്തിൽ എമൗണ്ട് കൊടുക്കുക. ഇനി നമ്മളിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഫ്രം കറണ്ട് സ്ലൈഡ് ഇപ്പോൾ നേരത്തെ കൊടുത്ത ക്യാപിറ്റൽ അവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ക്യാഷ് അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ടിൽ നിന്നും പർച്ചേസ് അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ ഡേറ്റ് വരും. ഡേറ്റ് അവിടെ പോസ്റ്റായി. പിന്നെ പർച്ചേസ് അക്കൗണ്ട് എമൗണ്ട് 10,000. ഓക്കെ, ഇനി നമ്മളിത് അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. അപ്പോൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ 2 സൈഡും നോക്കാം. അപ്പോൾ ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്ത് നമ്മളിവിടെ ആദ്യം ലൈൻ വരയ്ക്കുക. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ കൂടുതലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡ് ഇവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കും. ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക.
നേരത്തെ ചെയ്ത പോലെ അതിൻ്റെ എഫക്റ്റ് വേണമെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. ഫ്ലൈൻ കൊടുത്തു, ക്ലിക്ക് ഫ്രം ലെഫ്റ്റ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ എമൗണ്ട് ഇവിടെ 50,000 ആണ് വരേണ്ടത്. ഈ 50,000 നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് പേസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു, സെലക്ട് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ മോഷൻ കൊടുക്കുക, പ്ലസ് ഫ്ലൈൻ, ജസ്റ്റ് ഫ്ലൈൻ കൊടുക്കുക. ഇനി അതേ ഇനി ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഇതേ എമൗണ്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്താൽ മതി. അങ്ങോട്ടേക്ക് ഇത് സെലക്ട് ചെയ്യുക, Ctrl+C കൊടുത്തിട്ട് Ctrl+V ഇവിടെ കോപ്പി ചെയ്യുക. ഇത് അതേ എഫക്റ്റിന് കൊടുക്കാം. എഫക്റ്റ് കൊടുക്കുക, ഇവിടെ പ്ലസ് ചെയ്യുന്നു, ഫ്ലൈൻ കൊടുക്കുന്നു, ഫ്രം ലെഫ്റ്റ് കൊടുക്കാം. പിന്നെ അതുപോലെ ഇവിടെ ഓൺ ക്ലിക്ക് എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ആഫ്റ്റർ പ്രീവിയസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഇതും നമുക്ക് അതുപോലെ തന്നെ ആഫ്റ്റർ പ്രീവിയസ് കൊടുക്കാം. നേരത്തെ കൊടുത്ത് 50,000 ആഫ്റ്റർ പ്രീവിയസ് ആക്കി കഴിഞ്ഞാൽ ഒരു ക്ലിക്കിൽ തന്നെ ഇതെല്ലാം കൂടി വന്നോളും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് 50,000 ഇങ്ങോട്ട് കോപ്പി ചെയ്യാം. അത് ഒന്നുകൂടി സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്താൽ മതി. Ctrl+C Ctrl+V ഇതെടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കാം. ഇത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇത് ഫ്ലൈൻ കൊടുക്കാം. ഓൺ ക്ലിക്ക് എന്നുള്ളതിന് പകരം ആഫ്റ്റർ പ്രീവിയസ് കൊടുക്കാം. അപ്പോൾ നേരത്തെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത്രയും തന്നത് ഓട്ടോമാറ്റിക്കായിട്ട് അത് നടന്നോളും. ഇനി നമ്മൾ ഇതിൽ ഡിഫറൻസ് വരുന്ന എമൗണ്ട് 10,000 നമുക്ക് പറഞ്ഞാൽ ബാക്കി 40,000 ഇവിടെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഇത് എടുക്കാം. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബോക്സ് കൊടുക്കുന്നു, 40,000 കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്ലൈൻ കൊടുക്കാം. അപ്പോൾ ഫ്ലൈൻ കൊടുത്താൽ ഇതോണം ക്ലിക്ക് കൊടുത്താൽ മതി. നമുക്കതിന് പറയാൻ പറ്റും ഇത് ബാലൻസ് ഇങ്ങനെയാണെന്നുള്ളത് കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ക്ലിക്കിലൂടെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇവിടെ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എഴുതണം. ഇവിടെ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എഴുതണം. അപ്പോൾ അത് എഴുതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ, ബാലൻസ് CD കൊടുക്കാം, ബാലൻസ് CD കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് നമ്മൾ എന്ത് ചെയ്യാം, നേരത്തെ കൊടുത്തു വന്ന് ഫ്ലൈൻ കൊടുത്തിട്ട് ഓൺ ക്ലിക്കിന് പകരം ഇത് ആഫ്റ്റർ പ്രീവിയസ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ എമൗണ്ട് കൂടെ തന്നെ അത് വന്നോളും. ഇനി അതുപോലെ ഇവിടെ ഡേറ്റ് കൊടുക്കണം. ലാസ്റ്റ് ഡേറ്റ് നമുക്ക് ജനുവരി ഡിസംബർ 31 വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഡിസംബർ 31 കൊടുത്താൽ മതി, ഡിസംബർ 31. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലൈൻ കൊടുക്കാം, ആഡ് ചെയ്യാം, ഫ്ലൈൻ ആഫ്റ്റർ പ്രീവിയസ് കൊടുത്താൽ മതി. എന്നാലും അതിൻ്റെ കൂടെ തന്നെ വന്നോളും. പിന്നെ നമുക്കൊരു അക്കൗണ്ടിൽ ബാലൻസ് ചെയ്യാം. പിന്നെ നമുക്കിത് ഒന്ന് മൊത്തത്തിലൊന്ന് റൺ ചെയ്ത് നോക്കാം. സ്ലൈഡ് ഷോ വരുമ്പോൾ ഫ്രം ഫസ്റ്റ് സ്ലൈഡ് വരുന്നു. ക്യാപിറ്റൽ ഹിസ്റ്ററി, രണ്ടാമത്തെ ജേർണൽ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ. അപ്പോൾ ഇത് നമ്മൾ വരുമ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് വരും, ഡേറ്റ് വരുന്നു, പർച്ചേസ് അക്കൗണ്ട് വരുന്നു, എമൗണ്ട് വരുന്നു, പിന്നെ ബാലൻസ് വരുന്നു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് സേവ് ചെയ്യാം. ഫയലിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫയലിൽ എസ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ പേര് കൊടുക്കാം. ഇപ്പോൾ ക്യാഷ് ബുക്ക് ഒന്നും ഉണ്ടാവില്ല, നമുക്ക് സേവ് ചെയ്ത് ഡെസ്ക്ടോപ്പിൽ സേവ് ആയിട്ട് ഇപ്പോൾ സേവ് ആയിട്ട് വന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ നമ്മളിനി വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഈ പിന്നെ തന്നെ നമുക്ക് എന്തെങ്കിലും തന്നെ കോപ്പി ചെയ്തിട്ട് അടുത്ത അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഈ സാധനം പുതിയൊരു അക്കൗണ്ട് വരയ്ക്കുക. ഇപ്പോൾ നമ്മൾ റീവാലേഷൻ അക്കൗണ്ട് ചെയ്ത് നിൽക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് പുതിയൊരു ഫയൽ എടുക്കുന്നു, ഓഫീസ് ഫയൽ ഓപ്പൺ ചെയ്യാം, ന്യൂ ഫയൽ ഓപ്പൺ ചെയ്യുന്നു, പ്രസൻറ്റേഷൻ കൊടുക്കുക, ഇത് ക്ലോസ് ചെയ്യുന്നു. ഇത് നമ്മളിവിടെ മൗസ് കൊണ്ട് വെച്ചിട്ട് ജസ്റ്റ് പേസ്റ്റ് കൊടുത്തത്. അപ്പോൾ നമുക്കിവിടെ ഇത് ഫയൽ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ക്യാഷിൻ്റെ ഇവിടെ എന്താ പറയുക, റീവാലേഷൻ അക്കൗണ്ട് കൊടുത്താൽ റീവാലേഷൻ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം വരച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഇതെന്താ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിൻ്റെ കുറച്ച് ഇങ്ങോട്ട് വെച്ചാൽ
പ്രാവശ്യം എടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വച്ച സാധനം തന്നെയാണ്, അതിൻ്റെ അനിമേഷനൊക്കെ അവിടെ ഉണ്ടാവും. നമ്മളിപ്പോൾ സ്ലൈഡൊക്കെ വേണ്ടി കാണിച്ചു നോക്കാം. ഇതുപോലെ നമുക്കൊരു അക്കൗണ്ട് ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, അതന്നെ വീണ്ടും കോപ്പി ചെയ്തിട്ട് അടുത്ത സ്ലൈഡിലോ അല്ല അടുത്ത വീണ്ടും സ്ലൈഡ് ഉണ്ടാക്കും. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ മതി. അതന്നെ നമുക്ക് കോപ്പി ചെയ്തിട്ട് അതിൻ്റെ ഹെഡിങ്ങും മറ്റും മാറ്റം വെച്ചാൽ മതി. ഇതുപോലെ നമുക്കിത് വളരെ നല്ല രീതിയിൽ കുറച്ച് സമയം നമ്മൾ മെനക്കെടുന്നേ ഉള്ളൂ. പിന്നീട് നമുക്കത് എപ്പോഴും ഉപയോഗിക്കാൻ വേണ്ടി ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.